മുത്തശ്ശിക്ക് സച്ചിയെ വിളിച്ച് വെച്ചത് മുതൽ നല്ല സംശയം തോന്നാണ് കേട്ടോ. രേവതിയോടും സച്ചിയോടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ അച്ഛന് ഹോസ്പിറ്റലായതിനെ കുറിച്ചാണ് പറയാൻ വന്നത്. എന്നാൽ അത് ആരോ തടയുന്നത് പോലെയൊക്കെ മുത്തശ്ശിക്ക് തോന്നാണ്. എന്തായാലും മുത്തശ്ശി രണ്ടും കൽപ്പിച്ച് സുധിയോടാണ് വിവരം തിരക്കുന്നത്. സുധിക്ക് കുറച്ച് കാശ് കൊടുത്താൽ എന്തായാലും സുധി സത്യങ്ങളൊക്കെ പറയും. അത് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശി എന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് സുധിയെ വിളിക്കുന്നുണ്ട്. കാശ് കിട്ടുമെന്ന് അറിഞ്ഞ സുധി വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വർഷം മൊസ്കിറ്റോ സ്പ്രേ അടിച്ചതും അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലായ വിവരങ്ങളൊക്കെ സുധി പറയുമ്പോൾ മുത്തശ്ശിക്ക് വർഷയോട് ദേഷ്യം തോന്നാണ്. അപ്പോഴാണ് മുത്തശ്ശിയുടെ ശരിക്കുള്ള സ്വരൂപം പുറത്തു വരുന്നത്. സുധിയെ നല്ല ചീത്തയും വഴക്കും ഒക്കെ പറഞ്ഞ് ചുട്ട മറുപടി കൊടുത്ത് മുത്തശ്ശി ഫോൺ വെക്കുന്നുണ്ട്. ഉടനെ തന്നെ മുത്തശ്ശി വീട്ടിലെത്തുന്നുള്ള വിവരം സുധിയോട് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ മുത്തശ്ശി വർഷയിട്ട് നിർത്തിപ്പൊരിക്കുന്നുണ്ട്. എന്നാൽ വർഷ മുത്തശ്ശിയെ ചോദ്യം ചെയ്യാണ്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. കഥ മുഴുവനായി കേൾക്കുകയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. എന്നാലും ഇന്നലെ രാവിലെയും കൂടി ഞാൻ രവിയെ വിളിച്ചതല്ലേ, അവൻ എന്നോട് ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ചും ചെക്കപ്പ് നടത്തിയതിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണെങ്കിൽ അവൻ എന്നോട് പറയുന്നതാ. ഇതിൽ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. സച്ചിയും രേവതിയും വിളിച്ചപ്പോ തന്നെ അവരെന്തോ എന്നോട് പറയാൻ ശ്രമിച്ചതാ. എന്നാ അതാരോ മനഃപൂർവ്വം തടഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്റെ രവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. എന്തായാലും രേവതി മോളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഇതും പറഞ്ഞ് രേവതിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി മുത്തശ്ശി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പൊ രേവതി മോൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ മോൾ അത് പറയോ? രവിയും ചന്ദ്രയും പറയേണ്ടെന്ന് പറഞ്ഞാൽ മോൾ അത് എന്നോട് പറയില്ല. ഇനിയിപ്പോ രവിയെ തന്നെ വിളിക്കാൻ നിവർത്തിയുള്ളൂ. ആ സമയത്താണ് മുത്തശ്ശിക്ക് തോന്നുന്നത് സുധി എന്തുകൊണ്ട് വിളിച്ചൂടാന്ന്. സുധി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൻ ചിലപ്പോ സത്യങ്ങളൊക്കെ പറയും. എന്തായാലും തന്ത്രപൂർവ്വം അവനെ ഒന്ന് വിളിച്ച് പറ്റിക്കണം. എന്തായാലും അവന് കുറച്ച് കാശ് തരാന്ന് പറയാം. അപ്പൊ അവൻ സത്യങ്ങളൊക്കെ പറയും. ഇതും പറഞ്ഞ് മുത്തശ്ശി സുധിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. സുധിയാണെങ്കിൽ ഹോട്ടലിൽ ഓർഡർ എടുത്തോണ്ടിരിക്കാണ്. എക്സ്ക്യൂസ് മീ സർ, എന്താ വേണ്ടത്? 2 പ്ലേറ്റ് മസാല ദോശ എടുത്തോ. ഓക്കെ, കോഫി ഓർ ടീ? അത് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ല, വേണമെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് പറയും. ആയിക്കോട്ടെ. അല്ല, വേറെന്തെങ്കിലും വേണോ സാർ? വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നല്ലോ തന്നോട് പറഞ്ഞത്. ആ സമയത്ത് സുധിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നിട്ടോ. ഷോ, ഈ നേരത്തെ ഇതാരാ വിളിക്കുന്നത്? ഈ ഓർഡർ എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഫോൺ വന്നോളൂ. അമ്മയായിരിക്കും ചിലപ്പോ. എടോ, താൻ പോയിട്ട് ഒരു പെപ്സി എടുത്തോണ്ട് തന്നെ. പെപ്സിയോ? മസാല ദോശയ്ക്ക് ആരാ സാറേ പെപ്സി കുടിക്കുക? ഷെടാ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. എടോ, താൻ പറഞ്ഞ പണി ചെയ്താൽ മതി. തന്നെ ഇവിടെ നിർത്തിയേക്കുന്നതേ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ആവശ്യം അനുസരിച്ചുള്ള ഫുഡ് എടുത്തു കൊടുക്കാനാ, അല്ലാതെ തന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ കഴിക്കാനല്ല. സോറി സർ, സാറിന് വേറെന്തെങ്കിലും? താനൊന്ന് പോകുന്നുണ്ടോ? ഓരോന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. ജോലി അറിയാത്തവരാ ജോലിക്ക് നിർത്തുന്നത്. നോൺസെൻസ്. അയാളുടെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, വീട് ചേട്ടാ, പാവങ്ങളെ ഇവിടുത്തെ തുച്ഛ വരുമാനം കൊണ്ടല്ല അവര് ജീവിക്കുന്നത്. വെറുതെ അവരുടെ ജോലിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അവനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വശപ്പിശക് എവിടെയോ ഞാൻ കണ്ടുവെച്ച മുഖം പോലെ. അതെന്തെങ്കിലും ആവട്ടെ, ചേട്ടൻ അത് വിട്. അങ്ങനെ സുധി നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് മുത്തശ്ശി വിളിച്ചത് കാണുന്നത്. മുത്തശ്ശിയോ? മുത്തശ്ശി എന്തിനാ ഇപ്പൊ എന്റെ ഫോണിലോട്ട് വിളിച്ചേ? മുത്തശ്ശിയില്ലേ, പിന്നെ തിരിച്ചു വിളിക്കാം. ആ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ ഫോൺ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഷടാ, മുത്തശ്ശി എന്തിനാ ഇത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഇതും പറഞ്ഞ് സുധി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ മുത്തശ്ശി, എവിടെയാടാ നിന്റെ ഫോണ്? ഞാൻ ജോലിയിലായിരുന്നു മുത്തശ്ശി. എന്ത് ജോലി? നിനക്ക് അതിന് വല്ല ജോലിയുണ്ടോ? പിന്നെ ജോലിയില്ലാതെ? ഞാനേ ഇവിടെ ടേബിളിന് ചുറ്റി ഇരിക്കുന്നവർക്ക് ഓർഡർ എടുത്തോണ്ടിരിക്കുക ഞാൻ. അല്ലാതെ പഴയ സുധി അല്ല മുത്തശ്ശി ഇപ്പൊ ഞാൻ. അങ്ങനെ ആയാ നിനക്ക് കൊള്ളാം. അല്ല, നീ എന്താ ടേബിളിനെ ചുറ്റി ഓർഡർ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞത്? നിനക്കെന്താടാ ഹോട്ടൽ വലുതാണോ ജോലി? അയ്യോ, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? എന്റെ നാവ്. എന്താ സുധി നീ ചോദിച്ചെന്നെ മറുപടി തരാത്തേ? അത് പിന്നെ മുത്തശ്ശി, ഞാനേ ഈ സ്റ്റോക്ക് എടുക്കുന്ന സ്ഥലത്താ. അവിടെ വലിയ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ടേബിളിന് ചുറ്റി ഇരിക്കുക. അപ്പൊ അവർക്ക് വേണ്ടി ഓർഡറൊക്കെ ഞാൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ നല്ല തരികിടയാണ്, അതുകൊണ്ട് ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, മുത്തശ്ശി ഇപ്പൊ എന്തിനെ വിളിച്ചേ? ഞാൻ വിളിച്ചതേ, നിനക്ക് കാശിന്റെ വല്ല അത്യാവശ്യമുണ്ടോ? കാശോ? കാശിന്റെ അത്യാവശ്യം ഇല്ലാതിരിക്കും മുത്തശ്ശി. അതേനല്ലേ ചോദിച്ചത്, കാശിന്റെ അത്യാവശ്യം ഉണ്ടോന്ന്. തൊട്ടപ്പുറത്തെ പറമ്പിൽ കുറച്ച് മാങ്ങയും തേങ്ങയൊക്കെ വിറ്റ കാശുണ്ട് എന്റെ കയ്യില്. സാധാരണ ഞാനത് സച്ചിക്ക് കൊടുക്കാറാ പതിവ്. എന്നാ ഈ പ്രാവശ്യം നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. ഇപ്പൊ നിനക്കൊരു ജോലിയായ സ്ഥിതിക്ക് സച്ചിക്ക് തന്നെ കൊടുക്കാലേ. അയ്യോ മുത്തശ്ശി, അവനിപ്പോ പഴയ പോലെയല്ല, നല്ല ഓട്ടം കിട്ടുന്നുണ്ട്. എനിക്കാ മുത്തശ്ശി ഇപ്പൊ കാര്യമായ ശമ്പളമൊന്നും ഇല്ലാത്തത്. ഇവിടെ നിന്നാലും വെറും 10-12 രൂപയെ മാസത്തിൽ കിട്ടൂ. 12 രൂപയോ? ഞാനിവിടെ കൃഷിക്ക് വെള്ളം നനയ്ക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് 12,000. എങ്കിൽ പിന്നെ നീ ആ ജോലിക്ക് പോര്. മുത്തശ്ശി അത് അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലോ വലുത്. അല്ല മുത്തശ്ശി, ഇപ്പൊ പറഞ്ഞ കാശിന്റെ കാര്യം? കാശൊക്കെ ഞാൻ തരാം. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കും, അതിന് വ്യക്തമായ ഉത്തരം എനിക്ക് തരണം. എങ്കിൽ മാത്രം കാശ് നിനക്ക് തരൂ. എന്താ മുത്തശ്ശി? ഇന്നലെ രവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. അല്ല,
അതെങ്ങനെ മുത്തശ്ശി അറിഞ്ഞു? അപ്പൊ കൊണ്ടുപോയത് സത്യം തന്നെ അല്ലേ? അത് പിന്നെ പറയടാ. ആ സത്യം തന്നെ മുത്തശ്ശി. എന്തിനാ രവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അവനെ എന്തിനാ അഡ്മിറ്റ് ചെയ്തത്? അത് നീ പറയുന്നോ? അത് ഈ പണം ഞാൻ സച്ചിക്ക് കൊടുത്ത് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നോ? അയ്യോ, സച്ചിയെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ തന്നെ പറയാം മുത്തശ്ശി. എങ്കിൽ പിന്നെ പറ. അത് അച്ഛന് ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളതല്ലേ, ഇതൊന്നും വർഷയ്ക്ക് അറിയില്ല. അവൾ ഇന്നലെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചു വീടിന് ചുറ്റും. രേവതി അവളോട് ഒരുപാട് തവണ പറഞ്ഞു അച്ഛന് പറ്റാത്തതാണ് അടിക്കേണ്ടെന്ന്. എന്നാലും അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല മുത്തശ്ശി. അവളുടെ അഹങ്കാരം എന്ന് പറയാലോ, അവൾ വീടിന് ചുറ്റും അത് അടിച്ചു. ശ്വാസത്തിന് വലിയ പ്രശ്നമില്ലാത്ത നമുക്ക് വരാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെ അച്ഛന്റെ കാര്യം പറയണ്ടല്ലോ മുത്തശ്ശി. അവൾ അഹങ്കാരിയാ. അഹങ്കാരം ഉണ്ടായതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് സ്പ്രേ അടിച്ചിട്ട് എന്റെ മോൻ എന്താ സംഭവിച്ചേ? അത് പറയടാ, എനിക്കറിയണം. അവൾ എന്താ എന്റെ മോനെ ചെയ്തതെന്ന്. അമ്മേ, അവളെ അറിയാതെ സ്പ്രേ അടിച്ചതാ. അച്ഛൻ അത് പറ്റിയില്ല. അപ്പൊ തന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ രേവതി ഉണ്ടായതുകൊണ്ട് തക്ക സമയത്ത് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അച്ഛന് മിണ്ടാടിയിരിക്കടാ. അവ പറയുന്നത് കേട്ടില്ലേ, ഒരു കൂച്ചലും ഇല്ലാതെ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ വിവരം എന്നെ വിളിച്ചറിയിച്ചോ? അത് പിന്നെ മുത്തശ്ശി, നിനക്കൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് തരാടാ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങോട്ട്. അയ്യോ മുത്തശ്ശി, അപ്പൊ എനിക്ക് കാശ് തരാന്ന് പറഞ്ഞതോ? കാശല്ല നിനക്ക്. ഇവിടെ 2 ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് നിന്റെ തലയ്ക്ക് ഞാൻ 2 തരും. ഇല്ലെങ്കിലേ നിനക്കത് വേണമെങ്കിൽ ഇവിടെ വന്ന് എടുത്തോണ്ട് പൊക്കോ. ചക്കയോ? ഈ ചക്കയൊക്കെ ആർക്ക് വേണം? എടാ, നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി വഷളാക്കിയ ഒരു തള്ളയുണ്ടല്ലോ, അവക്കൊണ്ട് കൊടുക്ക്. അമ്മയ്ക്കോ? വെക്കട ഫോണ്. നീയേ നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇതും പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ തന്നെ സുധി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഈ വിവരം അമ്മയെ വിളിച്ച് എന്തായാലും അറിയിക്കും. ഇത് പറഞ്ഞ് സുധി ചന്ദ്രയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്ര ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ സുധി, ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ നീ? വയറ് നിറയെ എനിക്കൊരാൾ തന്നിട്ട് പോയതേ ഉള്ളൂ. എന്ത്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അമ്മേ, അത് അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ. എന്ത് സർപ്രൈസ്? അമ്മയുടെ അമ്മായി അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി. മുത്തശ്ശി ഇങ്ങോട്ടോ? എന്തിന്? അച്ഛൻ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം വർഷം മോസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ടാണെന്നുള്ളതൊക്കെ മുത്തശ്ശി അറിഞ്ഞു. അയ്യോ, അതെങ്ങനെ? നിന്നെ മുത്തശ്ശി വിളിച്ചോ? നീ അപ്പൊ എല്ലാം പറഞ്ഞോ? ഞാനല്ല, അത് വേറെ ആരോ പറഞ്ഞിട്ട് മുത്തശ്ശി അറിഞ്ഞതാ. അയ്യോ, ഇങ്ങനെ അറിഞ്ഞു? ആ രേവതി ആയിരിക്കും. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. എന്നെ ഒറ്റ കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ. അമ്മേ നീ അതൊന്നും പറഞ്ഞു നിൽക്കണ്ട. ആ വർഷയോടെ പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറ. അയ്യോ, വർഷമോളുടെ അവസ്ഥ. എടാ, നീ ഫോൺ വെച്ചേ. ഇതും പറഞ്ഞ് സുധിയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ രവിയുടെ അടുത്തോട്ടാണ് ചന്ദ്ര വരുന്നത്. രവിയേട്ടാ. എന്തേ? രവിയേട്ടാ, നിങ്ങൾ അറിഞ്ഞോ? എന്തറിയാൻ? നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ അമ്മയ്ക്ക് വിളിച്ചിരുന്നോ? ആഹാ, എന്റെ അമ്മ വരുന്നുണ്ടോ? ഞാൻ വിളിച്ചില്ലല്ലോ. ഇതെന്താ അമ്മ ഒരു മുന്നറിയിപ്പില്ലാതെ? അയ്യോ എന്റെ രവിയേട്ടാ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നതും വർഷമോൾ സ്പ്രേ അടിച്ചിട്ടാണെന്നുള്ളതും ഒക്കെ അമ്മ അറിഞ്ഞെന്ന് സുധി ഇപ്പൊ വിളിച്ചു പറയാ. അയ്യോ, അതെങ്ങനെ അമ്മ അറിഞ്ഞു? സുധി ഇനി പറഞ്ഞു. സുധിയൊന്നും അല്ല, ഇതേ ആ രേവതിയാ. അവളിങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്ക ഞാൻ. അവളുടെ ആ പൂക്കടയുണ്ടല്ലോ, അവിടെ നിന്ന് അവക്ക് ഈച്ചനാട്ടി കുതിരിക്കുന്ന പണിയാ. ആ സമയത്ത് അമ്മയ്ക്ക് വിളിച്ചു കാണും. എന്തിനാ ചന്ദ്ര ആവശ്യമില്ലാതെ ആ കുട്ടിയെ വഴക്ക് പറയുന്നത്? അതൊരിക്കലും രേവതി ആയിരിക്കില്ല പറഞ്ഞത്. പിന്നെ വേറെ ആര് പറയാനാ? വർഷ തന്നെ സ്വയം വിളിച്ചിട്ട് പറയോ ഞാൻ മോസ്കിറ്റോ സ്പ്രേ അടിച്ചു, അച്ഛൻ ഹോസ്പിറ്റലായെന്ന്. എന്തായാലും ഞാൻ വർഷയും ശ്രീകാന്തിനെ ഒന്ന് വിളിക്കട്ടെ. വർഷയെ, ശ്രീകാന്തേ, വർഷമോളെ. ഇത് കേട്ടപ്പോ തന്നെ രേവതി അകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അമ്മേ, എന്തു പറ്റി? എന്തിനാ അവരിങ്ങനെ വിളിക്കുന്നേ? എടി, നിന്നെ ഞാൻ ശരിയാക്കി തരാടി. നീ അമ്മയ്ക്ക് വിളിച്ചു അല്ലേ? ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളും രവിയേട്ടൻ ഹോസ്പിറ്റലായതൊക്കെ നീ അമ്മയെ വിളിച്ച് പറഞ്ഞു അല്ലേടി? എന്തൊക്കെയാ അച്ഛ ഈ അമ്മ പറയുന്നത്? ഞാൻ മുത്തശ്ശിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. മോളെ, അമ്മ എങ്ങനെയൊക്കെ അറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതൊക്കെ. അയ്യോ, അതാരെ വിളിച്ചു പറഞ്ഞത്? ഒന്നും അറിയില്ല അവക്ക്. അവള് തന്നെ എല്ലാത്തിനും കാരണക്കാരി. എന്നിട്ട് ഒരു കൂസലും ഇല്ലാത്ത പോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ? അമ്മേ, ഞാനല്ല അമ്മയെ പറഞ്ഞത്. എടി, ഞാൻ വർഷമോൾ ഒരു ഭാഗത്താക്കട്ടെ, എന്നിട്ട് നിനക്ക് ഞാൻ ഇതിനുള്ള മറുപടി തരാം. അപ്പോഴാണ് വർഷയും ശ്രീകാന്ത് വരുന്നത്. ആന്റി എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? അയ്യോ, ഇനി വിളിച്ചു കൂവാൻ ഞാൻ പറ്റുമോ? എന്റെ ശ്രീകാന്തേ, നീയേ ഇവളെയും കൊണ്ട് സിനിമക്ക് പോവാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ പൊക്കോ. ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തത് ഇപ്പൊ സിനിമക്ക് പോവാനാണോ? നീ ഉറങ്ങുമായിരുന്നോ മോനെ? അതെ അമ്മേ. എന്താ ആന്റി ഇത്? ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. ശ്രീകാന്തിനും എനിക്കിപ്പോ സിനിമക്കൊന്നും പോവാനുള്ള മൂഡില്ല. എങ്കിൽ പിന്നെ പുറത്ത് പാർക്കിലേക്ക് പോയിട്ട് വാ. നാളെ വന്നാലും മതി. നാളെ വരാനോ? പാർക്കിൽ പോയിട്ടോ? നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പ് പൊയ്ക്കോ. അതൊക്കെ സമയം എടുത്ത് ആലോചിച്ച് ചെയ്യേണ്ടതില്ല ആന്റി. ഇതിപ്പോ പെട്ടെന്ന് എങ്ങനെയാ ഞങ്ങൾ പോവാ? അല്ല, ഞങ്ങളെ പറഞ്ഞു കേട്ടെ ആന്റിക്ക് എന്താ ഇത്ര നിർബന്ധം? അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല മോളെ. എന്തോ ഉണ്ട്. ആന്റി പറ, എന്താ കാര്യം? മോളെ, മുത്തശ്ശി വരുന്നുണ്ടെന്ന്. മുത്തശ്ശിയോ? മുത്തശ്ശി വന്നോട്ടെ, അതിനെന്താ? അതല്ല മോളെ,
രവിയേട്ടൻ ഇന്നലെ ഹോസ്പിറ്റലിൽ കിടന്നതും മോള് മോസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ടാണെന്നുള്ളതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു. അമ്മ ഇവിടെ വന്നാൽ പിന്നെ എന്താ ഉണ്ടാവാന്ന് മോൾക്ക് അറിയാലോ. എന്തുണ്ടാവാനാ, ഞാൻ ചെയ്തത് തെറ്റാണ്. അതിന് ഞാൻ അച്ഛനോട് മാപ്പും പറഞ്ഞു. സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നെ ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ എല്ലാവരും ശിക്ഷിക്കുന്നേ? ഒരാൾക്ക് തെറ്റ് പറ്റി, അത് ഏതൊരു മനുഷ്യനായാലും പറ്റും. അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു. ഇനി എന്നെ മുത്തശ്ശി വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ തൽക്കാലം നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോ, അതാ നല്ലത്. ആ എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെ ആന്റിയുടെ കൂടെ കൂടി കിള്ളക്കുട്ടികൾ പറയുന്ന പോലെ പറയും? വർഷേ അച്ഛമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? അച്ഛമ്മയുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചാലേ അച്ഛമ്മ വെറുതെ നിൽക്കില്ല. അപ്പൊ നിങ്ങളൊക്കെ എന്താ പറയുന്നത്? എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടരുന്നോ? എന്റെ മോളെ, നീ കുറച്ച് സമയം എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മതി. ശരി, നിങ്ങൾക്കൊക്കെ വേണ്ടി തൽക്കാലം ഞാൻ മാറി നിൽക്കാം. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അമ്മേ. അച്ഛമ്മ ആ ഒരു സമയത്ത് ദേഷ്യത്തിന് എന്തെങ്കിലും പറയുന്നല്ലാതെ അച്ഛമ്മ പിന്നെ അതൊന്നും മനസ്സിൽ വെക്കില്ല. എടി നീ മിണ്ടരുത്. നീ ഒറ്റൊരുതി കാരണം ഇപ്പൊ മോൾക്ക് ഇവിടുന്ന് പോവേണ്ട അവസ്ഥ വന്നത്. അമ്മേ ഞാൻ പറഞ്ഞു, ഞാനല്ലേ വിളിച്ച് പറഞ്ഞതെന്ന്. എന്തായാലും അമ്മ വരുമല്ലോ, അപ്പൊ സത്യങ്ങളൊക്കെ അറിയാം. ആയിക്കോട്ടെ, അറിയാലോ. ശ്രീകാന്തെ വാ നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കേണ്ടല്ലോ. മോളെ ഒന്നും പറയണ്ട, എല്ലാവർക്കും ഇവിടെ ഞാൻ നിൽക്കുന്നതിലെ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് ഇറങ്ങി തന്നേക്കാം. ആ സമയത്താണ് മുത്തശ്ശിയുടെ എൻട്രി. ആരും ഇറങ്ങണ്ട, ഇറങ്ങേണ്ടവരൊക്കെ ഇറക്കിച്ച് ഞാൻ തരാം. എങ്ങോട്ടാ നീ പോന്നേ? ആ പോവല്ല, ഇവിടെ നിന്ന് ഒരുത്തി ഉന്തിത്തള്ളി പറഞ്ഞേക്കുക. അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അയ്യോ, നീ ഞാൻ വരുന്നൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. അത് പിന്നെ അമ്മേ, എന്താടി നീ ഇന്നലെ ഇവ ഹോസ്പിറ്റലിൽ കിടന്ന് വിവരം എന്നെ വിളിച്ച് പറയാഞ്ഞത്? ആര് ഹോസ്പിറ്റലിൽ കിടന്നു? രവി ഇന്നലെ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? അത് പിന്നെ ചെക്കപ്പിന് പോയതല്ലേ. ആ സമയത്ത് തന്നെ മുത്തശ്ശി ചന്ദ്രയുടെ മുഖത്ത് നോക്കി ഒരൊറ്റൊന്ന് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാ ഇത് നിനക്ക് കിട്ടില്ലായിരുന്നു, ചോദിച്ച് വാങ്ങിയതാ. എനിക്കറിയാം എന്റെ മോൻ ഹോസ്പിറ്റലായത് എങ്ങനെയെന്ന്. ഇവള് കാരണമല്ലേ. രേവതി നിന്നോട് പല തവണ പറഞ്ഞു മോസ്കിറ്റോ സ്പ്രേ അടിക്കരുതെന്ന്. എന്നിട്ട് നീ അത് കേൾക്കാതെ അടിച്ചു അല്ലേടി? ആ സമയത്ത് എല്ലാവരും രേവതിയെ നോക്കുന്നുണ്ട്. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല മുത്തശ്ശി, എല്ലാവരും എന്നെയാ നോക്കുന്നത്. ഞാൻ മുത്തശ്ശിയോട് എന്തെങ്കിലും പറഞ്ഞോ? നീ എന്നോട് മിണ്ടണ്ട. എനിക്ക് നിന്നോടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ നീ എന്നോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇവള് കാരണം എന്റെ മോൻക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് നീ എന്നോട് വിളിച്ച് പറഞ്ഞില്ല. നിന്നെ ഞാൻ വിളിച്ചിട്ടും നീ എനിക്കൊരു സൂചന പോലും തന്നില്ല. മുത്തശ്ശി അത് അപ്പൊ ഇവളല്ലെങ്കിൽ പിന്നെ ആര് എന്നിങ്ങനെ ചന്ദ്ര ചിന്തിക്കുന്നുണ്ട്. ചന്ദ്രേ അധികം ഒന്നും അങ്ങനെ ചിന്തിക്കണ്ട. എന്തായാലും രേവതി മോളല്ലേ എന്നോടൊന്നും പറഞ്ഞത്. അവളെ തന്നെ ആയിരിക്കും. അമ്മ അവളെ രക്ഷിക്കാൻ ഓരോന്നും പറയോ? രക്ഷിക്കുകയോ? അവളെനിയിപ്പോൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞെന്ന് കരുതി ഞാൻ എന്തിനാ അവളെ രക്ഷിക്കുന്നേ? നീ എന്താ അവളെ പിടിച്ച് തിന്നോ? അത് അമ്മേ, നുണ പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇപ്പൊ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തിരിച്ചു മറിച്ച് ഞാൻ ഇന്ന് തരും. അപ്പൊ രവി പറയുന്നുണ്ട്, അമ്മേ നീ അവിടെ ഇരിക്കും രവി, എനിക്ക് ചിലതൊക്കെ ഇവൾമാരോട് ചോദിച്ചറിയാനുണ്ട്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്തോട്ട് വരാം. നിന്റെ പുന്നാര മകനുണ്ടല്ലോ സുധി, അവനെ കുറച്ച് കാശ് തരാന്ന് പറഞ്ഞപ്പോ അവൻ സത്യങ്ങളൊക്കെ മണിയായിട്ട് പറഞ്ഞു. സുധിയോ? അവൻ പറഞ്ഞു കാണില്ല അല്ലേ? അവൻ പറഞ്ഞതായിരിക്കുമെന്ന് അവൻ വേറെ ആരുടെയും തലയിലിട്ട് കാണും. അത് ഞാൻ മുൻകൂട്ടി ഊഹിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, അച്ഛമ്മ എന്തിനാ ഇങ്ങനെ റോങ് ആയിട്ട് സംസാരിക്കുന്നത്? ദിസ് ഇസ് ടു മച്ച് അച്ഛമ്മേ. എന്ത്? അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ ഒന്നും മിണ്ടാതിരിക്കേ. ശ്രീകാന്ത് ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലേ നീ? നിനക്ക് തെറ്റ് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവളാണെന്ന് എനിക്കറിയാം. എന്റെ മോനെ കൊല്ലാൻ നോക്കിയിട്ട് നീ തെറ്റ് ചെയ്തില്ലെന്ന് പറയുന്നോ? എന്താ അച്ഛമ്മ ഇത്? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റി. അതിന് ഞാൻ പ്രായശ്ചിത്തവും ചെയ്തു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് മാപ്പും പറഞ്ഞു. ഇനി എന്തിനാ അത് എന്നെ വീണ്ടും വീണ്ടും എടുത്തിരുന്നേ? ഇതാ ഞാൻ പറഞ്ഞത് അച്ഛമ്മ കൾച്ചർലെസ് ഇല്ലാതെ സംസാരിക്കുന്നതെന്ന്. പക്ഷേ സ്റ്റോപ്പ് ശ്രീകാന്ത്, ഇനി നീ ഒന്നും മിണ്ടണ്ട. ഇനി നീ ഒരു അക്ഷരം അച്ഛമ്മയോട് ഇതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ, അപ്പൊ പിന്നെ അച്ഛമ്മ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ട് നിൽക്കണോ? കേൾക്കണം. പ്രായത്തിന് മുതിർന്നവർ പറയുന്നതൊക്കെ കേൾക്കണം. അതിന് തിരിച്ച് മറുപടി കൊടുക്കല്ല വേണ്ടത്. ഓ എന്താ ശ്രീകാന്ത് ഇതൊക്കെ? പ്രായത്തിന് മുതിർന്നവരായാലും തെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? അതിനാരും ഇവിടെ തെറ്റ് ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണമെന്ന്. അംഗീകരിച്ചല്ലോ, ഇനി വീണ്ടും എന്ത് ഓരോരുത്തരുടെ മുന്നിൽ ഇങ്ങനെ കുറ്റപത്രം നിരത്തുന്നത്? ആ സമയത്ത് മുത്തശ്ശി എടി ഇതും പറഞ്ഞ് ചെല്ലുമ്പോ രവി പറയുന്നുണ്ട്, അമ്മേ വേണ്ട അമ്മേ, ആ കുട്ടിയെ വെറുതെ വഴക്ക് പറയണ്ട. രവി അത് വേണ്ട അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നിട്ട് രവി ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ. ആ സമയത്ത് ഓടി ചെന്നിട്ട് മുത്തശ്ശി രവിയുടെ അടുത്തിരുന്നിട്ട് നെഞ്ചത്ത് തടവി കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല 8ന്റെ പണി തന്നെ മുത്തശ്ശി വർഷക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ ആ ഒരു കിടിലെ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.